കേരള ഹെൽത്ത് സർവീസസ് അല്ലെങ്കിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റൽ. അത് വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും, കാരണം ഗവൺമെൻറ് ആശുപത്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന സാധാരണക്കാർ ഏറ്റവും പാവങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ അവരിവിടെ ഈ ശസ്ത്രക്രിയ ഇവിടെ ചെയ്യാൻ വരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് ഉപയോഗിച്ച് അവർക്ക് പൈസ ചിലവില്ലാതെ മുട്ടുമാറ്റിവയ്ക്കൽ പോലത്തെ ഒരു ശസ്ത്രക്രിയ ചെയ്ത് കിട്ടും. അതുകൊണ്ടാണ് കൂടുതലും ഇവിടെ ഇത്രയും നമ്പേഴ്സ് ശസ്ത്രക്രിയകൾ നടക്കുന്നത്. വളരെ ഹാപ്പിയാണ്. ഈ കഴിഞ്ഞ 2024 അവസാനമായപ്പോൾ തന്നെ ഞാൻ 1000 കേസുകൾ കഴിഞ്ഞു. ഈ 2025 തുടങ്ങി ഇപ്പോൾ 6 മാസമായി. ഈ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ 83ഓളം കേസുകൾ ഓൾറെഡി ആയി. അതെന്തായാലും അടുത്ത 6 മാസം കൊണ്ട് 100-150ഓളം ആകും. ഞാൻ 31 വർഷത്തെ സർവീസ് ഉണ്ട്. അടുത്ത വർഷം പെൻഷനാകുകയാണ്. പഠിച്ചത് ഞാൻ MBBS ചെയ്തത് ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് D ഓർത്തോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, MS ഓർത്തോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഫാമിലി, എൻ്റെ വൈഫും ഡോക്ടറാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഡോക്ടർ ലീന. മക്കൾ 2 പേര്. ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി ഭീമമായ ഫീസ് വാങ്ങിച്ച് രോഗികൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് വളരെയേറെ സംതൃപ്തി തോന്നുന്നത് ഇവിടുന്ന് സാധാരണ ജനങ്ങൾക്ക് ചെയ്ത് അവർക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വലിയ സന്തോഷം. മറക്കാനാകാത്ത അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ വേറെ ഒരിടത്തും ചെയ്യാതെ പിന്നെ ഒത്തിരി സ്ഥലത്ത് പോയിട്ട് അവിടെ ഒന്നും ചെയ്യാതെ ഉപേക്ഷിക്കപ്പെട്ട 1-2 കേസുകൾ നമ്മളിവിടെ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ് എൻ്റെ അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം തരുന്നതും ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും. ആ കേസുകളൊന്നും ഇപ്പം നമ്മുടെ ഈ ഒരു പറയുന്നതിനകത്ത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ തന്നെ ഇവിടുത്തെ തന്നെ ഒരു റിട്ടയർ ചെയ്ത പോയ സ്റ്റാഫ് നേഴ്സിൻ്റെ ചേച്ചിയുണ്ട്. അവരുടെ ഒരു മുട്ട് ഏകദേശം 13 വർഷം മുമ്പ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ മുട്ട അവർ ചെയ്യാതെ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കൊണ്ടായിരിക്കണം ഇങ്ങനെ ചെയ്യാതിരുന്നിട്ട് അവസാനം തീരെ ആകാതെ വന്നപ്പോഴത്തേക്ക് അവർ മെഡിക്കൽ കോളേജ് സഹിതം പല സ്ഥാപനങ്ങളിലും അത് ചെയ്യാൻ വേണ്ടി സമീപിച്ചു. അവസാനം സിസ്റ്റർ ഇവിടെ നിന്ന് പോയ ആളായതുകൊണ്ട് എന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. അവസാനം അപ്പോൾ അന്നേരമാണ് ഈ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സൊക്കെ ആയത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ആണ് ആ കേസ് ചെയ്ത് അവർ സുഖമായിട്ട് പോയി. എൻ്റെ പേര് ഡോക്ടർ ഷാനി MM. ഞാൻ ഇവിടുത്തെ ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ടാണ്. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടൊരു മാർച്ച് 17-ാം തീയതിയാണ് ഞാനിവിടെ എത്തിയത്. അന്ന് മുതൽ ആണ് ഞാൻ ഇവിടുത്തെ ഓരോ വ്യക്തികളെയും പരിചയപ്പെടുന്നത്. പക്ഷേ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാർ ഇത്രയും സർജറി ചെയ്താന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഞങ്ങൾ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ പലരും പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത്. ഇത്രയും സർജറി ചെയ്ത ആളാണ്, വളരെ സക്സസ് ആയിട്ട് ഉള്ളൊരു സർജനാണ് എന്നും എല്ലാം അറിഞ്ഞത് ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ടോട്ടൽ എത്ര സർജറി ചെയ്തിട്ടുണ്ട്? അപ്പോൾ സാർ പറഞ്ഞു, ഞാൻ 1000 കഴിഞ്ഞു ഓൾറെഡി. ഇപ്പം എൻ്റെ ഒരു 1083 എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. 1083 അല്ല 1080 കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇതെന്താ ആരും അറിഞ്ഞില്ലേ? സാർ ഇത്രയും ഇത് ചെയ്തിട്ട് ആരെ അറിയിച്ചില്ല. എനിക്കങ്ങനെ ഒരാളുടെയും പ്രസിദ്ധി വേണ്ട എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. സാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാർ വളരെ സിമ്പിളാണ്. കാരണം പല ഡോക്ടേഴ്സും ജൂനിയർ ഡോക്ടേഴ്സും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് എല്ലാ ബുധനാഴ്ചയും നമുക്ക് സാറ് ഉള്ള ദിവസം, അതായത് സാറിന് തിങ്കളും ബുധനൊക്കെയാണ് സർജറി. അങ്ങനെ ആ ദിവസം നോക്കി മാത്രം സാറിൻ്റെ ഇന്ന് സർജറി പഠിക്കാനായിട്ട് എല്ലാ ആഴ്ചയിലൊരിക്കൽ വെച്ച് ഈ നമ്മുടെ പല ജില്ലയിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട് സാറിൻ്റെ ഇന്ന് ഈ സർജറിയുടെ ടെക്നിക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറ് ഭയങ്കര കൂളായിട്ടാണ് ഏത് കേസാണെങ്കിലും, നമ്മളിപ്പം ഒരു വലിയ പ്രശ്നമുള്ള കേസാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചാലും സാറിന് ഒരു ടെൻഷനില്ല. വളരെ കൂളായിട്ടാണ് ഇത്രയും നന്നായിട്ട് ഇപ്പോൾ സാർ പറഞ്ഞ കേസില്ല കഴിഞ്ഞ ആഴ്ച, അതും എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. സാർ പറഞ്ഞില്ല എന്നോട്. കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഹസ്ബൻഡാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, മാഡം സാറിന് സമ്മതിച്ചു കൊടുക്കണം, സാർ അത്രയും സീരിയസ് ആയിട്ടൊരു കേസ് ചെയ്തിട്ട് മാഡം പോലും അറിഞ്ഞില്ലല്ലോ എന്ന്. ഞാനും അറിഞ്ഞില്ല. പുള്ളി ഈ ഡോക്ടർ പറഞ്ഞപ്പോഴാണ്, നമ്മുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഹസ്ബൻഡ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് അത്രയും സിമ്പിളാണ് സാറ്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ഡോക്ടേഴ്സ് ഡേക്ക് ഞങ്ങൾ സാറിനെ
പ്രത്യേകം ആദരിക്കുകയും സാറിന് വേണ്ടി ഞങ്ങളൊരു കേക്ക് മുറിക്കുകയും ഒരു സമ്മാനം കൊടുക്കുകയും എല്ലാം ചെയ്തു ഞങ്ങൾ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി.